കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രം മകരമണ്ഡലകാല മഹോത്സവവും സമൂഹസിദ്ധി വിതരണ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. ശരണം സ്വാമിയെ ശരണമയ്യപ്പ. കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി ഏകദേശം ഒരാഴ്ചയോടുകൂടിയാകുമ്പോൾ പരിസമാപ്തി കുറിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് സീസണിൽ COVID-19 ശേഷം അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഈ വർഷം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം, ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ ഉപദേശക സമിതി അതിലേക്ക് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട സൗകര്യങ്ങൾ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ദേവസ്വം ഉപദേശക സമിതിയും അത് ചെയ്തിട്ടുണ്ട്. ആണ്ടുതോറും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും വകയായി നടത്തപ്പെടുന്ന സമൂഹ അന്നദാനം ഈ വർഷവും 2025 ജനുവരി മാസം 14-ാം തീയതി മകരമാസം 1 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടത്തപ്പെടുകയാണ്. ഈ അന്നദാന സദ്യ കഴിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്താറുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന പ്രസാദത്തിനായി എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദം നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ഉപദേശക സമിതി. ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിക്ക് നടത്തുവാൻ കഴിയുന്നത്. വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടെയുണ്ട്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ രക്ഷകർത്താക്കളുടെ മക്കൾക്ക് തങ്ങളുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് ഒരു വിവാഹ സദ്യാലയം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന്റെ തുടക്കത്തിന്റെ അന്ന് ആ സദ്യാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഭഗവത് തൃപാദങ്ങളിൽ വഴിപാടായി സമർപ്പിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ അന്നദാന സദ്യയിലും മകരവിളക്ക് മഹോത്സവത്തിലും പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ബാലസ്വരൂപന്റെ തിരുസന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ആനന്ദ സ്വരൂപനായ കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താവിന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിൽ മകരവിളക്കിനോടനുബന്ധിച്ച് ആണ്ടുതോറും നടത്താറുള്ള സമൂഹസിദ്ധിക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങൾ മകരമണ്ഡല കാലത്ത് ക്ഷേത്രത്തിലെത്തി കുളത്തൂപ്പുഴ ബാലികന്റെ ദർശനം നേടി ദർശന പുണ്യം നേടാറുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താ ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന അപൂർവ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവ് സംരക്ഷിത കാവുകളാണ്. കുളത്തൂപ്പുഴയാറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കളെന്നാണ് അറിയപ്പെടുന്നത്. രോഗങ്ങൾ അകലുവാനായി മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതിവുണ്ട്. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ അകലുവാനായി ഇവിടുത്തെ മീനൂട്ട് പ്രസിദ്ധമാണ്. പണ്ട് രാസക്രീഡയിൽ കൂടി വശീകരിക്കാൻ ശ്രമിച്ച ജലകന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ കിടന്നുകൊള്ളാൻ അനുവദിച്ചതായിട്ടാണ് ഐതിഹ്യം. തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട്, പാലോട്, മടത്തറ വഴിയും കൊല്ലത്ത് നിന്ന് കണ്ണനെല്ലൂർ, ആയൂർ, അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി, പള്ളിക്കൽ വഴിയോ പത്തനംതിട്ട അടൂർ നിന്നും പത്തനാപുരം, പുനലൂർ, അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട, ആര്യങ്കാവ് വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ശനിയാഴ്ചയാണ് വിശേഷ ദിവസം. ന്യൂസ് ഡെസ്ക് കുളത്തൂപ്പുഴ വാർത്ത ഓൺലൈൻ. Yeah.